ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാണ് ഗൈസ്. ഇന്ന് തിരുവോണമാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവാം. അച്ഛൻ്റെ അമ്മേനെ കിളി വരുന്ന നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ് ചോദിച്ചപ്പോൾ എങ്ങോട്ടോ പോവുകയെന്ന് ഒരു ധാരണയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും, അതൊന്നും ഒരു ധാരണയില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ എങ്ങോട്ടോ പോവുകയാണ് ഗൈസ്. ഞാൻ 2 ബാഗ് എടുത്തു. എല്ലാവരും ഓരോരോ ബാഗ് വീതം എടുത്തു. കുറേ ബാഗ്സ് ഉണ്ട്. എവിടെയാണ് സ്റ്റേ ചെയ്തതെന്നൊന്നും പറഞ്ഞു. ചിലപ്പോൾ കാർ സ്റ്റേ ചെയ്യും, ചിലപ്പോൾ ഫോറസ്റ്റ് സ്റ്റേ ചെയ്യും, ഫോറസ്റ്റിൻ്റെ അകത്ത് കാറിട്ട് സ്റ്റേ ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങോട്ട് പോകുന്നറിയില്ല. MC റോഡിലോട്ടാണെന്നൊക്കെ പറയുന്ന കേട്ടത് ഗായ്സ്. അപ്പം പൊക്കോണ്ടിരിക്കുന്ന വഴിയിൽ ഭയങ്കര മഴയായി. നമ്മൾ മഴ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗായ്സ്. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കൊടും മഴ ഇങ്ങോട്ട് വന്നതുപോലെ. ട്രിപ്പ് കൊള്ളാവുന്നൊന്നും അറിഞ്ഞൂടാ ഗായ്സ്. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തീർന്ന് കാതിൻ്റെയൊക്കെ വൈബായി സെറ്റായി ഗായ്സ്. അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇറങ്ങി കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഇറങ്ങിയപ്പം തിരിച്ചിറങ്ങുന്നിട്ട് അമ്മയ്ക്കും പത്തുവിനും എനിക്ക് ഒരു ഫോട്ടോ എടുക്കാം. അപ്പം എൻ്റെ ഫ്രണ്ടിന് പോകുന്ന വഴിക്ക് വാട്ടർഫോൾ ഉണ്ട്. വാട്ടർഫോൾ എന്നൊക്കെയാണ് പറയുന്നത്. വാട്ടർഫോളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പോയി കൊല്ലം മതി കാണിച്ചത്. ബോധി മൊത്തം കൊല്ലം അതിന്റെ കയറിയൊക്കെയാണ്. ആ ബോധി കാണുന്നില്ലോ. മഞ്ഞൊക്കെ പോകുന്നുണ്ട് ഗൈസ്. മഴ ആയോണ്ടാണെന്ന് തോന്നുന്നത്. ഭയങ്കര മഞ്ഞ് ഗൈസ്. തണുത്തിട്ട് പോകാതിന്റെ. നമ്മളൊക്കെ ആണെങ്കിൽ കൈയില്ലാത്ത ഡ്രസ്സൊക്കെയാണ് ഇടുന്നത് ഗൈസ്. എന്റെ കയ്യിൽ എത്തല്ലേ ഗൈസ്. ഇത് മൾബറി എന്തോ. മൾബറി അല്ലേ? മൾബറി അല്ലേ? കഴിക്കാൻ പറ്റില്ല. ഇതാണ് മരം. ഇത് എന്താ കഴിച്ചത്? കമ്പ് മറ്റേ നമുക്ക് അപ്പൊ നേരത്തെ കണ്ടതാണ് കഴിച്ച. ആ കമ്പ് പോലെ കാണുന്നത് നമ്മൾ രക്ഷിച്ചു കൊണ്ടുവന്നു. അല്ലെങ്കിൽ വണ്ടി കയറിയ ചത്തുമായിരുന്നു. പാവം കേട്ടാൽ കമ്പ് പോലെയാണ് ഉള്ളത്. ഹലോ ഗൈസ്. അപ്പൊ നമ്മള് സ്പൈസസ് കടയിൽ ഉണ്ടാക്കിയാണ്. അതും പോയി. ഈ വരകളുണ്ടാ? ഇത് ഇതിലൊക്കെ കെട്ടുന്ന പൂവാണ് കേട്ട. ബൊക്കയിലൊക്കെ ബൊക്കയിലൊക്കെ വെച്ച് ചുമച്ചമോ കൊഴുപ്പ്. നമ്മളെ വീട്ടിൽ വറ്റിനെയും പിങ്ങിനെയും കൊഴുപ്പ് എന്നാണ് പറയുന്നത്. നിങ്ങളെ നാട്ടിൽ എന്താന്ന് പറയുന്നത് കമന്റ് ചെയ്യണേ. ജമന്തി ഉണ്ട്. ജമന്തി അകത്തോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞു കർഷകൻ പറഞ്ഞു. ചെറിയ പൂവട്ടാ.
പെട്ടെന്ന് ഒരു ആന്റി കൊണ്ടുവന്ന് മുന്തിരി തന്നു. അതെങ്ങനെയാണല്ലേ മുന്തിരി തോറ്റാണ് കഴിച്ചത്. മുന്തിരി കഴിച്ചോക്കാം. കൈവിട്ട കഴിക്കാവൂ നിങ്ങള്. ഇത് കൈവിട്ടുണ്ട്. കിട്ടിയില്ല. ഏതോ ഒരു ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ പോകുന്ന ഈ വിൻഡ് മില്ല് ഉണ്ട് ഗായ്സ്, കാണിച്ചത്. വിൻഡ് മില്ല് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കും ഗായ്സ്. ഈ വിൻഡ് മില്ല് എത്ര കാറ്റേ നമുക്ക് പിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വിൻഡ് മില്ലിൽ പിടിച്ചിട്ട് വീണ്ടും കാറ്റേ തന്നെ അങ്ങ് വീട്ടും ഗായ്സ്. വിൻഡ് മില്ലിന്റെ പ്രത്യേകത ഗായ്സ്. അപ്പൊ ഒരു മേസ് പോലത്തെ സാധനമുണ്ട്, ചെടിയൊക്കെ പിടിച്ചിട്ടേക്കണ. നമുക്ക് അവിടെ ലേക്ക് നദിയുണ്ട്, നദി, പ്യുവർ നദി. ഞാൻ പോവുന്നേ ഗൈസ്. ഇത് മേഘമലയാണ് ലൊക്കേഷൻ. മേഘമലയിലെ ലേക്കാണ്. മേഘത്തിന്റെ തണുപ്പാണ് ഇതിലുള്ളത്. ഇതിന്റെ തണുപ്പ്, മേഘത്തിന്റെ തണുപ്പാണ് എനിക്കറിയാം. നേരത്തെ ഞാൻ തണ്ണി ഉണ്ടാവുന്നത്, തമിഴ് വെച്ച് ഗൈസ്, തമിഴ്. നമുക്ക് പോയി വളയതാ. തമിഴ് വെച്ച് തമിഴ്. എക്സ്പ്ലോർ ചെയ്യാൻ കയറിയേ പറ്റുള്ളൂ. പല പല പൂ വേണോ? ഇപ്പം പല പല പൂ. മേഘമല കാണാൻ ഭയങ്കര രസമാണ്. ആ മലയും ലേക്കും ആ ക്ലൗഡ്സ് ഒക്കെ കൂടിയിരിക്കുന്ന സൂപ്പറാണ്, സൂപ്പർ. നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾ ഓണം വെക്കേഷൻ കാണാൻ പറ്റുമെങ്കിൽ മാക്സിമം വന്ന് കണ്ടു നോക്ക് ഗായ്സ്. ഇത് നല്ല തണുപ്പാണ്. നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇറങ്ങിപ്പോയി. ഒരു ഉരുണ്ട കല്ലൊക്കെ ആയിരുന്നു. നമ്മളൊക്കെ വീഴാനൊക്കെ പോയി. നമ്മൾ പിന്നെ ആ ലേക്കിൽ കാലൊക്കെ ഇട്ടിരുന്ന്. പിന്നെ അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ പാമ്പിനെയൊക്കെ കണ്ടു ഗൈസ്. എൻ്റെ അച്ഛൻ വെള്ളത്തിൻ്റെ അതി ഫോൺ മുക്കിയൊക്കെയായിരുന്നു. പെട്ടെന്ന് അച്ഛൻ ആ ഫോൺ എടുത്തോണ്ടങ്ങ് മതി ഗൈസ്. ആണെങ്കിൽ നല്ല രസമായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ തേനീന്ന് പറയുന്ന വഴി കൂടെയൊക്കെ പോയി. ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ വിൻമില്ലൊക്കെ കണ്ടു വന്നുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ഒരു വിൻമില്ല് ഫിസ്കെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി വച്ചിരുന്ന അവൻ്റെ ഒരു കൈ കണ്ട് ഗൈസ്, കൈ ഫാൻ. അപ്പോഴാണ് ഉണ്ടല്ലോ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, അത് ഭയങ്കര വലുതാണ് ഗായ്സ്. നമ്മളിപ്പം മധുര മീനാക്ഷി അമ്മ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇത് മുത്തങ്കാട്ടൻ ക്ഷേത്രമാണ്. കുറേ കൊല്ലമുണ്ട്. അച്ഛൻ പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. തള്ളാണെന്നൊന്നും അറിഞ്ഞൂടാ.
എനിക്കൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഭയങ്കര മുട്ടം കാത്ത അമ്പലമാണ്. എന്തായാലും നമ്മൾ അകത്ത് കയറുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുന്നോളും. പുറത്ത് വന്നാൽ തന്നെ വല്ലാത്ത ഇതായിരിക്കും. ഫോണൊക്കെ ഇവിടെ കുറയ്ക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പൊ തിരുനെൽവേലിയിലെ ഹൗസ് ഓഫ് കഥയിൽ എന്നാണ് ഫേമസ് കഥയാണ്. സാമ്പിളൊക്കെ നോക്കി കാണിച്ചു. അപ്പൊ നമ്മളെ വീട്ടിലോട്ട് വെക്കൊന്നിരിക്കുന്ന വഴിക്ക് ഒരു പാടം കണ്ട്. അപ്പൊ മല, ഫ്രണ്ടില് വിണ്മില്ല്, പിന്നെ താഴ്പാടം. അപ്പൊ ഇറങ്ങാൻ വിചാരിച്ച് ഇറങ്ങി. ഇറങ്ങാൻ വിചാരിച്ചപ്പോ ഇറങ്ങി ഭയങ്കര കാറ്റ് എന്നെ തന്നെ എടുത്തോണ്ട് പോകുന്നു. ഒന്നിവിടെ വീണ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളമാണ്. വെള്ളത്തിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. സ്ഥലമേ ഉള്ളൂ, ടവളായിട്ട് കാണാൻ പാമ്പും കാണും. സൂക്ഷിക്കണം ഇവിടെയൊക്കെ. നമ്മുടെ ഫാമിലിയോടുണ്ടല്ലോ നമ്മൾ പോലെ ഈ സൈഡല്ലേ ഗൈസ്. നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാൻ നേരാണെങ്കിൽ നമ്മളെ കാഴ്ച കണ്ടേ ഒരാറ്റം കൂടെ നടന്നു. ശ്രദ്ധിച്ചൊന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൽ ഒരു പട്ടി. ഗൈസ് കണ്ടാൽ നമുക്ക് തോന്നുന്നു പട്ടി ആദ്യം മേയ്ക്കുന്നതാണ്. പക്ഷെ സൈഡിൽ കൂടെ ആള് നടന്നു പോകുന്നുണ്ട്, ആളൊന്നും ചെയ്യുന്നില്ല. പട്ടി പോകുന്ന വഴിയിൽ കൂടെ തന്നെ ആദ്യം അങ്ങ് പോകുന്നു. ഗൈസ് നമ്മളെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. ചെറിയ സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും നമ്മളെ ട്രിപ്പല്ലേ, അത് അവസാനിക്കേണ്ടേ അല്ലേ. ഇത് ബദ്ധം ഉണ്ടാക്കിയ പൂച്ചെണ്ടാണ് ഗൈസ്. കാട്ടിൽ നിന്ന് കിട്ടിയ പൂവൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്കും കമൻറ്റും ചെയ്യണേ. ലൈക്കല്ല, കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലേ.